ഗുഡ് മോർണിംഗ്. ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ. അപ്പൊ ഇന്നലത്തെ സെഷനിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് തന്നെ അറിയിക്കാം കേട്ടോ. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമ്മൾ ഫസ്റ്റത്തെ ഡേയിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള ഡിക്ലറിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആയിരുന്നു. നമ്മുടെ റൂം ആയാലും നമ്മുടെ ഫ്രിഡ്ജ് ആയാലും നമ്മളെ തന്നെ ആയാലും ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. പിന്നെ സെക്കൻഡ് ഡേയിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫാസ്റ്റിങ്ങിന്റെ ടൈമിൽ നമ്മൾ തന്നെ ഗ്രൂം ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്, അത് എന്തിനാണ് നമ്മൾ ഈറ്റിംഗ് റൈറ്റ് എന്നൊക്കെയാണ് ഡേ 2 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന ഉറക്കത്തിന്റെ പാറ്റേൺ എങ്ങനെ സെറ്റ് ചെയ്യാം, എന്താണ് ഉറക്കവും റമദാനും തമ്മിലുള്ള ബന്ധം, എങ്ങനെ നമുക്ക് ഒരു ചെറിയൊരു മെത്തേഡിലൂടെ ഉറക്കം കറക്റ്റ് ചെയ്യാന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഉറക്കം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഉറക്കത്തിനേക്കാൾ ഉപരി റെസ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിന് ആവശ്യം. പ്രോപ്പറായ രീതിയിൽ റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, യെസ് അതാണ്, റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടയർഡ്നെസ് തോന്നില്ല. അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഗോൾ അങ്ങ് സെറ്റ് ചെയ്യുക. അതായത് എൻ്റെ ഈ ഒരു റമദാൻ മാസം, ഈ ഒരു 30 ദിവസം എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കും എന്നുള്ള കാര്യം ഉറപ്പിക്കുക കേട്ടോ നിങ്ങൾ. കാരണം അതിന് നമ്മൾ പ്രയറിൽ കൂടുതൽ ചെയ്യേണ്ട വരുന്നുണ്ട്. നമ്മൾ അതേപോലെ തന്നെ ആഹ് ആഹ് നമ്മുടെ ഖുർആന് വായിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ നമ്മുടെ നമസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ് ഒക്കെ കൂടി നമുക്ക് അത്രയും ടൈം ഉണ്ടാവും. അതിനിടയിൽ നമ്മൾ മൊബൈൽ സ്ക്രീൻ ടൈമും കൂടെ കണ്ടെത്താൻ ടൈം എടുക്കുമ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. ഓക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇപ്പം ഇനി നമ്മുടെ മുന്നിലുള്ള 10 ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. ഉറക്കത്തിന്റെ പാറ്റേൺ കറക്റ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ സർക്കേഡിയൻ റിതം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ ആ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ എത്ര പേര് ആഹ് എല്ലാ വർഷവും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നോമ്പ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ? പുതിയ ആൾക്കാരുണ്ടാവും. ഇനിയിപ്പം നോർമൽ പുതിയ പിള്ളേരെ സംബന്ധിച്ചിട്ടായിരിക്കും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെ? അപ്പം കുട്ടികൾ മുതൽ വലിയ ആൾക്ക് പോലും ഒരേപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത്. നമ്മുടെ സ്ലീപ്പ് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഞാൻ ഈ ഒരു ഇന്നത്തെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പം എങ്ങനെ നമുക്ക് നമ്മുടെ സ്ലീപ്പിംഗ് ഷെഡ്യൂൾ റമദാന് മുന്നേ സെറ്റ് ആക്കാൻ നോക്കാം. ഒരു 7 ദിവസം നിങ്ങൾ റീസെറ്റ് പ്ലാൻ കൊടുത്തിട്ട് അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എനർജിയും ഫോക്കസും റമദാൻ ഫാസ്റ്റിംഗിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ നോർമൽ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളെ കുറിച്ചിട്ട് ആദ്യം സംസാരിക്കും. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സ്ലീപ്പിംഗ് മിസ്റ്റേക്ക് എന്തൊക്കെയാണെന്നുള്ളത്. അതായത് സുഹൂർ കഴിഞ്ഞ ഉടനെ നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ ഒരു ഉറക്കത്തിന്റെ പാറ്റേൺ, നമുക്കറിയാം മെലാട്ടോണിൻ ആണ് ഉറക്കത്തിന്റെ ആ ഒരു റുട്ടീനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് എന്നുള്ളത്. പക്ഷെ നമ്മൾ രാത്രിയിൽ തറാവിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു പാറ്റേൺ, സ്ലീപ്പിംഗ് റുട്ടീന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത് പറയുന്നുണ്ടാവും കേട്ടോ. സ്ലീപ്പിംഗ് പാറ്റേൺ അല്ലെ റെജീം ഫോളോ ചെയ്യാൻ വേണ്ടി റെഡി ആണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് നമ്മുടെ മെലോട്ടോണിനൊക്കെ ഓണായി നമ്മൾ ഉറക്കത്തിലേക്ക് അങ്ങ് പതിയെ പോകും. അപ്പം നമ്മൾ ആ കിട്ടുന്ന ഉറക്കം നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഡീപ്പ് സ്ലീപ്പ് ആയി. അത് കഴിഞ്ഞ് നമ്മൾ പ്രയറിന് വേണ്ടിയിട്ട് എഴുന്നേൽക്കുന്ന രാവിലത്തെ ആ ഒരു ടൈം, ആ ടൈം നമ്മൾ ഇപ്പൊ തന്നെ ഫിക്സ് ചെയ്യാം കേട്ടോ. ഒന്ന് ട്രയൽ റൺ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിറാക്കിൾ മോർണിംഗ് റൊട്ടീൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പം ആ ഒരു ടൈം നിങ്ങൾക്ക് റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രെയർ ടൈം ആയിട്ട് ക്വാളിറ്റി ഉള്ള ഒരു മണിക്കൂർ പ്രെയർ ടൈം ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി സാധിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാം, നമ്മുടെ വായിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങ് പോയിട്ട് രാവിലെ ഒരു ടൈമിംഗ് സെറ്റ് ചെയ്യുക കേട്ടോ. അതായത് ഒരു വീട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ 10 to ഒരു 11:30 വരെ നമുക്ക് നല്ലൊരു ഉറക്കം, 12 വരെ നല്ലൊരു പകല് ഉറങ്ങാം. പക്ഷെ ഒരിക്കലും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ഉറങ്ങാൻ നിൽക്കരുത് കേട്ടോ. അത് നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക ത്രൂ ഔട്ട് ദ ഡേ. എന്നാൽ മാത്രമാണ് നമ്മുടെ ബോഡിയിൽ ഡീറ്റോക്സിങ്ങും നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത ഫാറ്റ് ഉപയോഗിച്ചിട്ട് ഓട്ടോഫേജ് എന്ന് പറഞ്ഞ ലൈറ്റ് ഓൺ ആവുള്ളൂ. ഇത് വന്നാൽ മാത്രമാണ് ബോഡി പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പം ഈ ഇറഗുലർ ആയിട്ടുള്ള സ്ലീപ്പ് പാറ്റേണിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ആ ഒരു പാറ്റേൺ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവണം കേട്ടോ. അതിന് വേറെ ഷോർട്ട് കട്ട് ഒന്നും ഇല്ല, നമ്മൾ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പം ആ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ സ്ക്രീൻ ടൈം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്ക്രീൻ ടൈം നിങ്ങൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം സ്ക്രീൻ ടൈം എന്ന് വെച്ചാൽ ആ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ മെലാട്ടോണിന്റെ ആക്ടിവിറ്റി കുറക്കാനായിട്ട് വളരെയധികം
പോസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇന്ന് മുതൽ തന്നെ ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുന്നേ മൊബൈൽ എടുത്ത് മാറ്റുകയാണ് ട്ടോ. ഇപ്പൊ ഒരു 8 മണിക്ക് നമ്മൾ ഒരു 7:30 ആകുമ്പോൾ ഫുഡൊക്കെ കഴിച്ച ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 8:30 വരെ മൊബൈൽ യൂസ് ചെയ്യുക. പിന്നെ ഫാമിലി ടൈം ആയിട്ട് കണക്കാക്കുക. അത് കഴിഞ്ഞിട്ട് ഉറക്കത്തിന്റെ ആ ഒരു സ്ലീപ്പിംഗ് റൂട്ടീന് ഫോളോ ചെയ്തതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവുക. ഇത് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ആണ്. പിന്നെ ഹെവി ആയിട്ടുള്ള മീല് രാത്രി കഴിച്ചാലും നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അത് ലേറ്റ് ആയിട്ട് കഴിച്ചാലും ഡിസ്റ്റർബ്ഡ് ആവും. രാത്രി കോഫി, ടീ പോലത്തെ കഴിച്ചാലും നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവുന്ന ഒരു കാര്യമാണ്. പിന്നെ രാവിലെ നാപ്പിന് പകരം നല്ല ഒരു ഉറക്കം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിലത്തെ ഉറക്കം ഡിസ്റ്റർബ് ആവും. അതേപോലെ തന്നെ നമ്മൾ എന്താ കിടക്കുന്നതിന് മുന്നേ കുറെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂമിൽ പോകാനേ നേരെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇതൊക്കെ ഇതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് കേട്ടോ. പിന്നെ ഇതിന് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡി തന്നെ ഉള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതിന് നമ്മൾ പറയും സർക്കാഡിയൻ റിതം എന്ന് പറയും. അപ്പം ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ചെയ്താൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഫേസ്റ്റ് തിങ്, ഉറങ്ങുന്നതിനെക്കാട്ടും എഴുന്നേക്കുന്ന കാര്യം ടൈം നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യാം. ഈ സമയത്ത് എഴുന്നേക്കണം, എത്ര സമയം എനിക്ക് ഉറങ്ങണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കും. ഒരു 8-10 മണിക്കൂർ ഉറങ്ങണമെന്നൊന്നുമില്ല കേട്ടോ. ഉറങ്ങുന്ന ഉറക്കം അതൊരു 3 മണിക്കൂർ ആണെങ്കിലും നല്ല ഡീപ്പായിട്ട് ക്വാളിറ്റി ആയിട്ട് മൈൻഡ്ഫുൾ ആയിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റണം. ഒരു സ്ലീപ്പ് ലൈക്ക് എ ബേബി എന്ന് പറഞ്ഞ സ്ട്രക്ചർ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ബോഡിയിൽ മെയിൻ്റെനൻസ് വർക്ക് നടക്കുള്ളൂ. ബോഡിയിൽ ഇന്റേണൽ ഓർഗൻസിന് റെസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന് റെസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് തന്നെ സ്ലീപ്പ് മോഡിൽ ഇട്ടിട്ട് നമുക്ക് ഉറങ്ങാൻ വേണ്ടി പറ്റണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ആ സമയത്ത് സ്ലീപ്പ് ഹോർമോൺ ആയിട്ടുള്ള മെലാറ്റോണിൻ വർക്ക് ചെയ്യണം. അത് രാത്രിയിലാണ് എഴുന്നേൽക്കുക. അപ്പം ആ സമയത്ത് ലൈറ്റ് ഒക്കെ ഡിം ചെയ്യുന്നത് വളരെ നല്ല പ്രാക്ടീസ് ആണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് പണ്ടുള്ള ആൾക്കാർക്ക് വൈകുന്നേരം ആയാൽ അത് രാത്രി നെക്സ്റ്റ് സന്ധ്യയാവും, പിന്നെ രാത്രിയാവും എന്നുള്ളത് അറിയാം. ഇപ്പൊ എല്ലാ സമയത്തും ലൈറ്റ് ആണ്. ബ്രെയിനിന് തിരിച്ചറിയാൻ വേണ്ടി പറ്റുന്നില്ല ഏതാണ് മോർണിംഗ് ആണോ രാത്രിയാണോ, എപ്പോഴും ലൈറ്റ് അല്ലേ കാണുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് രാത്രി ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് നൈറ്റ് ടൈം റൂട്ടീൻ കേട്ടോ. ഇപ്പം കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, സ്ട്രെസ് ഹോർമോൺ ആണ്. ഇവര് നേരം വെളുത്താലാണ് വേക്കപ്പ് ആകുന്നത്. ഇവർ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറെ കൂടെ നമ്മുടെ ബോഡി മൈൻഡ് കൂൾ ആയിരിക്കും. പിന്നെ നമ്മള് ഉറക്കത്തിന്റെ പാറ്റേൺ ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ അതിനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഒന്നാമത്തത് നമ്മളെ ഫുഡില് പ്രോപ്പറായ രീതിയിൽ ന്യൂട്രീഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടയർഡ്നെസ് തോന്നും. വാട്ടർ ഇൻടേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും. അതേപോലെ തന്നെ നമുക്ക് വിശപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഉറക്കം കറക്റ്റ് ആയിട്ട് വരില്ല, ഫോക്കസ് കിട്ടൂല. പിന്നെ വരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ മെന്റൽ ക്ലാരിറ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉറക്കത്തിനെ ഇത് ഡിസ്റ്റർബ്ഡ് ആക്കും കേട്ടോ. പിന്നെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ നാപ്പ് എടുക്കാം. ഓക്കെ. അതായത് ഉച്ചയ്ക്ക് ശേഷമാണെങ്കിൽ നാപ്പ് മതി. രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്ക് ശേഷമാണ്, റമദാൻ ടൈമിൽ ഒരു 10 മണിക്ക് ശേഷം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 12 മണി വരെ നന്നായിട്ട് നിങ്ങൾ ഉറങ്ങിക്കൂടുന്നത്. പക്ഷെ ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 20 മിനിറ്റ്സ് അല്ലെ 30 മിനിറ്റ്സ് നാപ്പ് മതി കേട്ടോ. പിന്നെ നമ്മൾ കാലിൽ നമുക്ക് അരോമ തെറാപ്പി ചെയ്യാം. ലാവൻഡർ ഓയില്, ഒലിവ് ഓയില്, അല്ലെങ്കിൽ അവക്കാഡോ ഓയില്, പിന്നെന്താണ് നമ്മുടെ സാധാരണ തേങ്ങ വെന്ത വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എള്ളെണ്ണ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഓയിൽ ഓയിൽ തെറാപ്പി ചെയ്തിട്ട് കാലിന്റെ മസിൽസ് ഒക്കെ റിലാക്സ് ചെയ്ത് നമ്മൾ കിടക്കുന്ന പാറ്റേണിലേക്ക് കൊണ്ടുപോകാം. ഒന്നാമത്തെ മെത്തേഡ്. പിന്നെ ബ്രീത്തിങ് എക്സസൈസ്, അതായത് 4-7-8 മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ മാഗ്നീഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, അതായത് ബനാന, നമ്മുടെ ആൽമണ്ട്സ്, നട്ട്സ് യൂസ് ചെയ്യാം. പിന്നെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാക്ടീസ് ചെയ്തിട്ട് റെഡിയാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്കൊരു പ്രാക്ടീസ് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എങ്ങനെയാണ്, ജസ്റ്റ് ഒരു സെക്കൻഡ്. നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിൽ റെസ്റ്റ് കിട്ടാനും ഒരു ഇത്തിരി കൂടെ നല്ല ഉറക്കത്തിന്റെ ക്വാളിറ്റി കൂടാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീത്തിങ് മെത്തേഡ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇപ്പം ലൈവായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഓക്കെ, ഓഡിയോ പ്ലേ ആവുന്നില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റിലാക്സ് ആയിട്ടിരിക്കുക. നമ്മുടെ രാത്രിയിൽ നോർമൽ ആയിട്ട് നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ചിട്ട് ഫുഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി ഒരു 2 മണിക്കൂറിനൊക്കെ ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ
ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ഒരു ഹാബിറ്റ് ആക്കി മാറ്റുന്നത് നല്ലതാണ്. അതിന് വേണമെങ്കിൽ കുറച്ച് ആം, എന്താ പറയാ, എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ വേണമെങ്കിൽ ചേർക്കാം. അല്ലെ ഒന്നും വേണ്ട, നോർമൽ ആയിട്ടുള്ള വെള്ളത്തിൽ നമ്മൾ കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഇത്ര നേരം ഇട്ട ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക കേട്ടോ. ഉറങ്ങാൻ പോകുമ്പോൾ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഇതൊക്കെ ഒരു ഫ്രഷ്നെസ് തരും. പിന്നെ നമുക്കൊരു റുട്ടീൻ ആയിട്ട് അത് സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഉറക്കത്തിലേക്ക് പോവുകയാണെന്നുള്ള ഒരു മെസ്സേജ് നമ്മുടെ ബ്രെയിനിന് നമ്മൾ കൊടുക്കുവാണ്. പ്രോപ്പർ ആയിട്ട് രീതിയിൽ അവർ റെഡി ആവാന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലോട്ട് വന്ന് നമ്മള് ബെഡിൽ ഇരുന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബ്രീത്തിങ് ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യാം. അതിന്റെ മുന്നേ വേണമെങ്കിൽ ഈ അരോമ തെറാപ്പി ചെയ്യാം. കാലിൽ നമുക്ക് ഓയിൽ മസാജ് ചെയ്തിട്ട് ബോഡീനെ മൊത്തത്തിലൊന്ന് റിലാക്സ് ചെയ്യാം. നെർവ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് റിലാക്സ്ഡ് ആക്കി വെക്കാം. അതിനുശേഷം ഈ ഒരു ബ്രീത്തിങ് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാം. അതിനായിട്ട് 4 കൗണ്ട് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത് 7 കൗണ്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്ത് 8 കൗണ്ട് നമ്മൾ റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഉള്ളിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ഒരു മെസ്സേജ് പാസ് ചെയ്ത് നമ്മൾ ആ ഒരു നമ്മുടെ നെർവ് സിസ്റ്റം ഒക്കെ സ്ലോ ആയിട്ട് നമ്മൾ ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ട് മാറും. പിന്നെ ഒരു ഇരുന്നിട്ട് നമ്മൾ ചെയ്തിട്ട് മെല്ലെ ബെഡിലോട്ട് കിടന്നിട്ട് പിന്നെ അതൊന്ന് ബ്രീത്തിങ് കോൺസെൻട്രേറ്റ് അങ്ങനെ അങ്ങ് ഉറങ്ങിപ്പോകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം റമദാൻ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയാ, നമുക്ക് കേൾക്കാനുള്ള ദിക്റോ കാര്യങ്ങളോ പ്ലേ ചെയ്തിട്ട് നമുക്കത് അവിടെ നിന്ന് കേൾക്കാൻ വേണ്ടി പറ്റും. അത് പക്ഷെ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരിക്കലും ഹെഡ്സെറ്റ് വെച്ചിട്ടല്ല, ജസ്റ്റ് ലൗഡായിട്ട് അത് പ്ലേ ചെയ്തിട്ട് അത് കേട്ടുകൊണ്ട് വേണം നിങ്ങൾക്ക് ഉറങ്ങാം. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ കാം ആൻഡ് റിലാക്സിങ് ആയിട്ട് ആ ഒരു മോഡിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വരുന്ന വ്യത്യാസം നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, രാത്രിയത്തെ ബ്രീത്ത് സ്ലീപ്പ് കറക്റ്റ് ചെയ്യുന്ന ബ്രീത്ത് ആണ് കേട്ടോ. ഫസ്റ്റ് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ 4 കൗണ്ട്, എന്നിട്ട് ഹോൾഡ് ചെയ്ത് 7 കൗണ്ട്. ഒരു ബലൂൺ ഊതി വിടുന്നത് പോലെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. പിന്നെ ബ്രീത്ത് ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കേണ്ട ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഐ ഇൻഹെയിൽ ഹെൽത്ത് എന്ന് പറയാം വേണമെങ്കിൽ. ഹോൾഡ് ചെയ്യുമ്പോൾ അത് ശരീരം മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും കളർ സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം. നമ്മളൊരു ഹീലിംഗ് എനർജി നമ്മളെ ക്ലെൻസ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാം. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എന്റെ ശരീരത്തിലുള്ള വെറീസ്, ടെൻഷൻ, സ്ട്രെസ്, നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് പോവാണെന്ന് ഫീൽ ചെയ്തിട്ട് റിലാക്സ് ചെയ്യാം. അഗെയിൻ ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഭയങ്കര കാംനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഇൻസ്റ്റന്റ് ആയിട്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ട്രൈ ചെയ്യുക. നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ജോയിൻ ചെയ്യാം. ഇനിയിപ്പം ഫെബ്രുവരി 25-ാം തീയതി ഞാനായിട്ട് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. റമദാൻ ഫാസ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. സ്ത്രീകൾക്ക് മാത്രമുള്ള ഗ്രൂപ്പ് ആയിരിക്കും, ജെൻസ് ഇല്ല. അപ്പൊ അതിൽ മെമ്പർ ആവണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കണക്ട് ചെയ്യാൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു ക്ലോസ്ഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പാണ്. കുറച്ച് പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്രൂപ്പാണ്. അപ്പൊ 25th മുതൽ 30th വരെ ട്രയൽ റൺ ആയിരിക്കും റമദാന്റെ പോവുക. അത് കഴിഞ്ഞിട്ട് റമദാൻ 1 മുതൽ 21 ദിവസമാണ് ഞാൻ അവരെ ഗൈഡ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന 10 ദിവസം നിങ്ങളുടേതായിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള പ്രെയറിലോട്ടേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ദിവസങ്ങളായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മൾ ട്രയൽ റണ്ണിന്റെ സമയത്ത് ഗ്രോസറി ഷോപ്പിംഗ് എങ്ങനെയാണ് റൂട്ട് മാപ്പ് കൊടുക്കുന്നുണ്ടാവും, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസും ഡെയിലി ഓരോ ദിവസം ഡേ 1, ഡേ 2, ഡേ 3 എന്നുള്ള 21 ഡേയ്സ് റമദാന്റെ ഫാസ്റ്റിംഗ് കൊണ്ടുപോകാനുള്ള അവർക്കുള്ള ഡയറ്റ് ചാർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റുകളും ഒക്കെ ഉണ്ടാവും. മെഡിറ്റേഷൻസ് സ്റ്റാർട്ടിംഗ് ടൈമിൽ ഇത്തരത്തിലുള്ള പ്രാക്ടീസുകളൊക്കെ നമ്മൾ ചെയ്യിക്കുന്നുണ്ടാവും കേട്ടോ. അതൊക്കെ വാട്സപ്പിലൂടെ ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ലൈവ് സെഷൻസ് ഉണ്ട്. അവർക്കുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലോട്ടിംഗ് കറക്ഷൻ, വാട്ടർ ഇൻടേക്ക് കറക്ഷൻ, സ്ലീപ്പ് പാറ്റേൺ കറക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ഭാഗമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി വാട്സപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് സോ ഹാപ്പി. താങ്ക് യു.